ഇതാണ് ബ്രാഹ്മണന്റെ ലക്ഷണം. യോവാ ഗാർഗി ഏതദക്ഷരം വിദിത്വാ അസ്മാത് ലോകാത് പ്രൈതി സ ബ്രാഹ്മണഃ എന്നാണ് ബ്രാഹ്മണന് നിർവചനം പറഞ്ഞിരിക്കുന്നത്. യാജ്ഞവൽക്യൻ പറഞ്ഞു കൊടുക്കുകയാണ് ഗാർഗിയോട്. യോ വാ ഗാർഗി ഏതദക്ഷരം വിദിത്വാ, ആരൊരാളാണോ ഗാർഗി, ഏതദക്ഷരം വിദിത്വാ, ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട്, അസ്മാത് ലോകാത് പ്രൈതി, ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്, സ ബ്രാഹ്മണ, അങ്ങോരാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? യോ വാ ഗാർഗി ഏതദക്ഷരം അവിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സ കൃപണഃ, അക്ഷരത്തെ അറിയാതെ പോകുന്നവൻ കൃപണനാകുന്നു. കൃപണൻ എന്ന് പറഞ്ഞാൽ ദയാർഹൻ, ദീനൻ, അജ്ഞൻ, പിശുക്കനും അർത്ഥമുണ്ട്. അപ്പം അക്ഷരത്തെ അറിഞ്ഞ് കടന്നു പോകാമെങ്കിൽ ബ്രാഹ്മണരാവാം. ഇവിടുന്ന് കടന്നു പോവുക, ഈ ലോകത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ഈ അനുഭവ മണ്ഡലത്തിൽ നിന്ന് എന്നർത്ഥം എടുക്കാം. അതായത് പ്രായോഗികമായിട്ട് ഏത് പരിസരത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും എന്തെങ്കിലും സാരവത്തായത് ശേഖരിച്ചു കൊണ്ട് വേണം കടന്നു പോകാൻ. അക്ഷരം എന്ന് പറഞ്ഞാൽ നാശരഹിതം എന്നാണ് വാക്കിനർത്ഥം. നശിക്കാത്ത സത്യത്തെ സാക്ഷാത്കരിച്ച് കടന്നു പോവുക. ഇത് ആത്യന്തികമായ ഒരു അന്വേഷണത്തിൻ്റെ സാക്ഷാത്കാരമായിട്ടാണ് സൂചിതമായിട്ടുള്ളതെങ്കിലും വളരെ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഏത് പരിസരത്തിലും എന്തെങ്കിലുമൊക്കെ സാരവത്തായത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ആസ്വദിച്ച് കടന്നു പോകാൻ കഴിയുമെങ്കിൽ നമ്മളിലൊക്കെ ബ്രാഹ്മണ്യം ഉണരണു, വളരണു, വൃദ്ധി പ്രാപിക്കണു എന്നൊക്കെ പറയാം. ഇത്രയും സമ്മതമായോ? എങ്ങനെയാ പരിസരങ്ങളിൽ നിന്ന് അക്ഷരത്തെ അറിഞ്ഞ് കടന്നു പോവുക? അതിന് അങ്ങേയറ്റത്തെ ജാഗ്രത വേണം. ബി അലേർട്ട്. ഇതാണ് കാര്യം. നമ്മൾ പലപ്പോഴും അലേർട്ടല്ല, പിന്നെയോ ഒരു പാതി മയക്കത്തിലാണ് അല്ലേ? ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളൊരു 100 വട്ടം എന്നന്വേഷിക്കണമെന്ന് പറയുക. എന്താ കാര്യം? ഒരു പാതി മയക്കത്തിലാണ്. അപ്പോൾ അലേർട്ടായിരുന്നാലേ അക്ഷരത്തെ അറിഞ്ഞു പോകാൻ പറ്റുള്ളൂ. തമാശയായിട്ട് നമ്മൾ പറയാറുണ്ട്, ഒരു ദിവസം വള്ളത്തോൾ നാരായണ മേനോൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു പൂവ് വീണ് കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഉണ്ടായില്ലേ? ഓ അതാ സ്വാമി പറഞ്ഞില്ലേ തമാശയായിട്ട് പറയാറുണ്ട്. അപ്പോൾ വീണെടുക്കണ പൂവ് വള്ളത്തോൾ കണ്ടില്ല എന്നാണോ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. കുമാരനാശാൻ ഒരു വീണ് കിടക്കണ പൂവ് കണ്ടപ്പോൾ അതൊരു സംഭവമായി എന്നർത്ഥം. വീണ് കിടക്കുന്ന പൂവിൽ നിന്ന് അക്ഷരത്തെ അറിഞ്ഞതാണ് വീണ പൂവ്. ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിതൊരു രാജ്ഞി കണക്കവേ നീ എന്നിങ്ങനെ ഒരു ജീവിത ദർശനം മുഴുവൻ ആവാഹിക്കാൻ അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, വീണെടുക്കണ ഒരു പൂവിനെ കണ്ട എക്സ്പീരിയൻസ് കൊണ്ട് സാധിച്ചു എന്നർത്ഥം. ഇത് അക്ഷരത്തെ അറിഞ്ഞു പോകുന്നതിനുള്ള നല്ല ദൃഷ്ടാന്തമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തു നിരത്താനുണ്ടാവുമോ? ആലോചിച്ച് നോക്കണം. ജാഗ്രതയോടെ ഓരോ അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കണം. ഹിഡൻ മെസ്സേജസ് ഉണ്ട് എന്ന് പറയും. ഇങ്ങനെ പാഠം പഠിച്ച് കടന്നു പോകുന്നവരെ സാരഗ്രാഹി എന്ന് പറയും. സാരഭുക്ക്
എന്ന് പറയും. അപ്പം അങ്ങനെ സാരഗ്രാഹികളാവാം, സാരഭോക്കുകളാവാം. എന്തായിരുന്നു കാലത്തെ ക്ലാസ്? അദ്വൈതമഗ്രന്ഥം. എന്താ പഠിച്ചത്? ഓ, അതൊക്കെ അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെയൊന്നും പറയാനിടവരരുത്. ഒരു കാര്യം ഇപ്പോൾ പഠിഞ്ഞു, ഇത് അങ്ങേയറ്റം പ്രാക്ടിക്കലാക്കാവുന്ന കാര്യമാണ്. ശരിയോ തെറ്റോ? അപ്പോൾ എന്താ നമ്മൾ തീരുമാനിക്കുന്നത്? ഇനി എവിടെ ചെന്നാലും കടന്നു പോകുന്നതിന് മുമ്പേ വാട്ട് ഐ ഹാവ് ലേൺഡ്, ഞാൻ എന്താ പഠിച്ചത് എന്നൊന്ന് തിരിഞ്ഞു നോക്കി ഉറപ്പിച്ചേ കടന്നു പോകാവൂ. ഇത് സമ്മതമാണോ? ആണ്. ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റില്ല, കാരണം ബ്രാഹ്മണരായാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. സമ്മതം? ഇപ്പം എല്ലാ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പം അവർ പറയണത് പരാജയം എന്നൊന്നില്ലാത്രേ. അറിയോ നിങ്ങൾക്ക്? പരാജയം എന്നൊന്ന് ഇല്ല എന്ന്. ഓ, എന്നാൽ ഈ പറഞ്ഞ ആളെ എൻ്റെ ലൈഫ് ഹിസ്റ്ററിയെക്കുറിച്ചൊന്നും അറിയുന്ന ആളാവില്ല. എന്താ കാരണം? എനിക്കതേ ഉള്ളൂ. അങ്ങനെയല്ല, പരാജയം എന്നൊന്നില്ല. ദർ ആർ നോ ഫെയിലിയേഴ്സ്, ദർ ആർ ഓൺലി ഫീഡ്ബാക്സ്. ഓക്കെ, ഫീഡ്ബാക്സേ ഉള്ളൂ. അപ്പോൾ അഥവാ പരാജയമാണ് സംഭവിച്ചത് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞു നിന്നിട്ട് വാട്ട് ഐ ക്യാൻ ലേൺ, ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരാജയം കൺവേർട്ടഡായി, പരാജയം ഫീഡ്ബാക്കായി മാറി. ഓക്കെ, സോ ദർ ഈസ് എ ലെസൺ ഫ്രം ഈച്ച് എക്സ്പീരിയൻസ് യു ക്യാൻ ലേൺ സംതിങ്. ഈ ആശയം സ്വീകാര്യമായോ? അപ്പോൾ ഒന്നും പഠിച്ചില്ല എന്നൊന്നും പറയരുതേ. ഒരു കാര്യം പഠിച്ചു, ഓക്കെ. ഉപനിഷത്തുകളുടെ ലോകത്ത് നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? എന്തായാലും സമയം നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. ഇൻവിറ്റേഷൻ ലെറ്ററിലെ വാചകങ്ങൾ എന്താണ്? ഉത്തിഷ്ഠത ശരി, അതെങ്ങനെ കിട്ടാതെ പറഞ്ഞത്? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഇതാണ് ഇൻവിറ്റേഷൻ ലെറ്ററിലെ വാചകങ്ങൾ. ഉത്തിഷ്ഠത എന്ന് പറഞ്ഞാൽ എണീക്കൂ, ജാഗ്രത ഉണരൂ. ആദ്യം ഉണരല്ലേ വേണ്ടത്, ഉണർന്നാ അവിടെ കിടക്കുള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ആദ്യം എണീക്കുക, എന്നിട്ടാണ് എന്നിങ്ങനെ ഉണരേണ്ടത് എന്നർത്ഥം. പ്രാപ്യ വരാൻ നിബോധത, വരാൻ പ്രാപ്യ ശ്രേഷ്ഠന്മാരായവരെ സമീപിച്ചിട്ട് നിബോധത തത്വബോധം നേടിയാലും. ഇതാണ് ഉപനിഷത്തിൻ്റെ ഇൻവിറ്റേഷൻ, നമുക്കുള്ള ക്ഷണം. ഓക്കെ, ഇപ്പോൾ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടിയില്ല എന്ന് പറയരുത്. ഓരോന്നോരോന്ന് അങ്ങോട്ട് തീർത്ത് പോകുക. ഒന്ന്, ബ്രാഹ്മണനാവാൻ തീരുമാനിച്ചു. എങ്ങനെയാണ്? പ്രാക്ടിക്കൽ ബ്രാഹ്മണ്യം മനസ്സിലായതാണല്ലോ. 2, നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ട്. പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഇനി എന്തിനുള്ള ക്ഷണമാണ് വാസ്തവത്തിൽ ഉപനിഷത്ത് തരുന്നതെന്നറിയാമോ? ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ക്ഷണം. ഈ ക്ഷണപത്രം കിട്ടി വായിച്ചിട്ടാണ് ബാലഗംഗാധര തിലകൻ എന്ന് പറഞ്ഞ മഹാത്മാവ് പ്രഖ്യാപിച്ചത്. എന്ത്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. എന്താ കാരണം? ഐ ഗോട്ട് എൻ ഇൻവിറ്റേഷൻ ലെറ്റർ ഫ്രം അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യം നമ്മുടെയൊക്കെ ജന്മാവകാശമാണ്, മൂപ്പരുടെ സ്വന്തം വകയല്ല എന്നർത്ഥം. നമ്മുടെയൊക്കെ ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം. അദ്ദേഹം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് കേവലം ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രം ഉദ്ദേശിച്ചല്ല എന്നുള്ളത് ആലോചിച്ചറിയാലോ അല്ലേ. പിന്നെയോ, സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കൽ മാത്രമല്ല. ചിലപ്പോൾ ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്ന ആളുകളെ നമ്മൾ കാണും. ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുന്ന ആളുകളെ നമ്മൾ കാണും. അവർ കുന്തിച്ചിരിക്കുന്നവരാവും. കുന്തിച്ചിരിക്കുക എന്നുള്ളൊരു പ്രയോഗമില്ലേ? എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. പക്ഷേ ഇരിപ്പെങ്ങനെയാണ്? മനസ്സിലായില്ലേ? ഇങ്ങനെ ടോട്ടലി ഇൻട്രോവേർട്ടായിട്ട്. ഈ ഇൻട്രോവേർട്ട്നെസ് ഒരു ബ്ലെസ്സിങ് അല്ല, മറിച്ചൊരു കേഴ്സിങ് ആണ്. മനസ്സിലായില്ലേ? ഒരു ശാപമായിട്ട്. അപകടകരമായ അന്തർമുഖത ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അത് മാതൃകാപരമല്ല, അനുകരണീയമല്ല. അതല്ല
ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ. ഞാനൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? മനസ്സിലായില്ലേ? ഇതുകൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന് ചോദിക്കുക. അപ്പം അതും പ്രധാനമാണ്. അപ്പം ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കലും അതേപോലെ പരമാനന്ദമായിട്ടിരിക്കലുമാണ്. ഇതും ഓർമ്മിക്കുമല്ലോ. അപ്പം അന്ന നിലയിലുള്ള ഒരു പരമാനന്ദത്തിന് വേണ്ടി ഒരു ഡിപ്പെൻഡൻസ് വേണം എന്നാണ്. എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഡിപ്പെൻഡ് അപ്പോൺ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. നമുക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയാത്തപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, എന്തുകൊണ്ട് അവനവനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണില്ല? അവനവൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ര നല്ല ഓർമ്മകളൊന്നും വരുന്നില്ല. കാരണം ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറഞ്ഞൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയല്ലേ? ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ വി ഡിഡ്ന്റ് റിസീവ് ഇറ്റ്. പിന്നെ നമ്മൾ റിസീവ് ചെയ്തത് മുഴുവൻ എന്താണ്? അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞത്. ഒരു കുട്ടിയോട് അപ്പോൾ അച്ഛനും അമ്മയും നമ്മളോട് സൂചിപ്പിച്ചു, സ്വാമി വല്ലാത്ത ദേഷ്യം വരിക. അപ്പോൾ പലപ്പോഴും പിന്നെ കുട്ടികളുടെ നേരെ പ്രയോഗിച്ചു പോവാറുണ്ട്. പിന്നീടൊരവസരത്തിൽ ഇവരുടെ ഒരു കുട്ടിയെ കണ്ട സമയത്ത് നമ്മളിങ്ങനെ ചോദിച്ചു, അച്ഛനും അമ്മയും വല്ലാതെ അടിക്കുകയും ചീത്തറിയുകയൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പോൾ സങ്കടം തോന്നില്ലേ? അപ്പോൾ ഈ കുട്ടി അടുത്ത വായിക്ക് പറയാണ്, അതൊന്നൊരു പ്രശ്നമില്ലേ സ്വാമി, എനിക്കറിയാം അവരെന്നുള്ള ദേഷ്യം കൊണ്ടൊന്നും ചെയ്യില്ല, അവർക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളാണ്, അതൊക്കെ എൻ്റെ അടുത്ത്. അപ്പോൾ ചിലപ്പോൾ ഇവർ റിയലൈസ് ചെയ്യാറുണ്ട്. ആട്ടെ, എന്തായാലും അത് ദോഷം ചെയ്യും കേട്ടോ. അതുകൊണ്ട് കുട്ടികളെ നോവിക്കാൻ പാടില്ല ഒരു പ്രകാരത്തിൽ. അപ്പോൾ നമ്മൾ ഉപനിഷത്തിൻ്റെ ക്ഷണപത്രം സ്വീകരിച്ചിട്ടില്ല. പകരം നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ അച്ഛനും അമ്മയും അവരുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞു പോയിട്ടുള്ള പുലഭ്യങ്ങളും അല്ലേ. സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഓരോരോ ആനിമൽസിൻ്റെ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞാൽ അത് മലന്ന് കിടന്ന് തുപ്പണ പോലെയല്ലേ ചോദിക്കുക. എന്തായാലും ശരി, അങ്ങനെയൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അവനവനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒന്നിനും കൊള്ളാത്ത കഴുതയെ അല്ലേ, അല്ലെങ്കിൽ ഡോഗിനെ ഒക്കെയാണോ ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ള സംശയം വരും. അതുകൊണ്ട് അതിലും ഭേദം ബാക്കിയുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്ന് അവർ തീരുമാനിച്ച കുറ്റം പറയാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ എന്ത് വേണം? നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ആഴങ്ങളെക്കുറിച്ച് അറിവ് വേണം. അപ്പോഴേ നമുക്ക് ശരിയായ ഡിപ്പെൻഡൻസി സാധ്യമാവുള്ളൂ. അങ്ങനെ അവനവനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ എന്താ ഗുണം എന്നാണെങ്കിലോ, ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തതോച്യതേ. അങ്ങനെ അവനവനെ ആനന്ദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആളെ സ്ഥിതപ്രജ്ഞ എന്നാ പറയുക. ഇളകാത്ത പ്രജ്ഞ, ഇളകാത്ത വിസ്ഡം. പിന്നെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ടെന്നർത്ഥം. അപ്പോൾ ഇതായിരിക്കണം ലക്ഷ്യം. ഒന്നിനെയും ആശ്രയിക്കാതിരിക്കുക എന്ന് പറയുന്നത് അപകടകരമായ അന്തർമുഖതയല്ല, മറിച്ച് ആത്മസംബന്ധിയായ മഹദനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ പരബ്രഹ്മത്തെ അഥവാ ആത്മസ്വരൂപത്തെ മാത്രം ആശ്രയിച്ച് വർത്തിക്കുന്നവരെയാണ് ബ്രഹ്മചാരി എന്ന് പറയുക. എന്തിലാണ് ചാരി നിൽക്കുന്നതെന്ന് ചോദിക്കുക. എവിടെയെങ്കിലും ചാരാതെ നിൽക്കാൻ വയ്യ എന്നുള്ളൊരു പരിമിതി ഉണ്ട്. ആട്ടെ, അപ്പോൾ ഒന്നും ചാരാൻ കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ എന്തി ചാരാൻ തുടങ്ങി? ബ്രഹ്മ. ഇങ്ങനെയൊന്നും അർത്ഥമൊന്നും പുറത്തു പറയരുത് കേട്ടോ, ഇത് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ ബ്രഹ്മത്തിൽ മാത്രം ചാരി നിൽക്കുക, അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഇതാണ് സ്വതന്ത്രം. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ പരതന്ത്രമാണ്. ബാക്കിയുള്ളവരുടെ കൈകളിലെ റിമോട്ട് കൺട്രോളിന് അനുസരിച്ച് അവർ കൺട്രോൾ ചെയ്യും പോലെ നമ്മൾ കൺട്രോൾ ചെയ്യപ്പെടുന്നു എന്ന ഒരു ദുരവസ്ഥയിൽ നിന്നും അവനവൻ്റെ തന്ത്രത്തിലേക്ക് പിൻവാങ്ങിയ സ്വാതന്ത്ര്യം അത് ആനന്ദസമ്പന്നവും ആകും. ഓക്കെ, ഇനി നമുക്കിത്തിരി ലക്ഷ്മീധര കവിയെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല. 17-ാം നൂറ്റാണ്ടിൽ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
ചരിത്രത്തിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം പോയി നോക്കി ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാം ഗസ്സിങ്ങാണ്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ ജനിച്ചു എന്ന് പലരും പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും 18-ാം നൂറ്റാണ്ടിലാണെന്ന് സ്ഥാപിക്കുകയാണെങ്കിൽ മോസ്റ്റ് വെൽക്കം. അനന്താനന്ദ രഘുനാഥ സ്വാമിയുടെ ശിഷ്യനാണ്. നമുക്കറിയേണ്ടതാണല്ലോ മൂപ്പരുടെ ഗുരു ആരാണ്. കാര്യപ്പെട്ട ആളാണ്. ആരാണ്? അനന്ത ആനന്ദം. വെറുതെ അല്ല ഇങ്ങനെ ഒരു കൃതി എഴുതിയത് എന്ന് പറയാം. കാരണം ഗുരു ആണെങ്കിലോ, ഗുരു പരമാനന്ദമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ പരിമിതികളില്ലാത്ത, യാതൊരു പരിമിതികളുമില്ലാത്ത അനന്തമായ ആനന്ദം ആസ്വദിക്കുന്ന രഘുനാഥ സ്വാമിയുടെ ശിഷ്യനാണ് ലക്ഷ്മീധര കവി. ലക്ഷ്മീധര കവി ആരാണെന്ന് മനസ്സിലായോ? രഘുനാഥാനന്ദ സ്വാമിയുടെ ശിഷ്യൻ. അനന്താനന്ദ രഘുനാഥ സ്വാമിയുടെ ശിഷ്യൻ. അപ്പോൾ ഈ രഘുനാഥ സ്വാമി ആരാ? സിമ്പിൾ, ലക്ഷ്മീധര കവിയുടെ ഗുരു. ഓക്കെ. ഇനി ഇദ്ദേഹത്തിൻ്റെ മറ്റു ഡീറ്റെയിൽസ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പരമഭക്തനായിരുന്നു. ഒറീസയിൽ വാജ് ബഹാദൂർ, കുറുമാചൽ പ്രദേശിലെ മഹാരാജാവ് വാജ് ബഹാദൂർ എന്ന മഹാരാജാവിൻ്റെ ആസ്ഥാന കവിയുമായിരുന്നു ആര്? ലക്ഷ്മീധര കവി. ഇദ്ദേഹം അദ്വൈത മകരന്ദത്തിന് പുറമെ 2 കൃതികളും കൂടി എഴുതിയിട്ടുണ്ടത്രേ. അമൃത തരംഗിണി എന്ന പേരിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ടീക്കെ. അതെന്തൂട്ടെ ടീക്കെ? അങ്ങനെ കുറച്ചുണ്ട്. ഭാഷ്യമുണ്ടല്ലോ, ഭാഷ്യത്തിൻ്റെ തന്നെ ചില വകഭേദങ്ങളാണ്. ടീക്കെ ഉണ്ട്, 2K ഉണ്ട്. തമാശ അറിയല്ല, കാര്യമായിട്ടാ. ഇപ്പോൾ ടീക്കെ, 2K എന്നിങ്ങനെ ഭാഷ്യം എഴുതുന്നതിന് സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ അമൃത തരംഗിണി എന്ന പേരിൽ ഭഗവത്ഗീതയ്ക്ക് ടീക്കെ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹം. അതിനു പുറമെ ഭഗവത് നാമ കൗമുദി എന്ന് പറയുന്ന ഒരു കൃതിയും കൂടി രചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്മീധര കവി രചിച്ചിട്ടുള്ള അദ്വൈത മകരന്ദം ഒരു മനനപ്രധാനമായ ഗ്രന്ഥമാണ് എന്ന് പറയാം. പല പ്രകാരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ടത്രേ. പ്രമാണ ഗ്രന്ഥങ്ങളുണ്ട്, പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്, സിദ്ധാനുഭവ കഥന ഗ്രന്ഥങ്ങളുണ്ട്. അതേപോലെ തന്നെ നിധിധ്യാസനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അഷ്ടാവക്ര ഗീതയും ജീവൻ മുക്താനന്ദ ലഹരിയുമൊക്കെ സിദ്ധാനുഭവ കഥന ഗ്രന്ഥമാണെങ്കിൽ തത്വബോധവും ആത്മബോധവുമൊക്കെ പ്രകരണ ഗ്രന്ഥമാണ്. ഉപനിഷത്തുകൾ പ്രമാണ ഗ്രന്ഥങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഗ്രന്ഥം മനനപ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മനനം ചെയ്യണം, ചുവീങ്കം പോലെ മനനം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയാം ഈ ഗ്രന്ഥം. എന്താണ് ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം? ശങ്കര ഭഗവത്പാദർ കഠോപനിഷത്തിൽ ഒരിടത്ത് ഭാഷ്യത്തിൽ പറയുന്നുണ്ട്, 1000 മാതാക്കളുടെ കാരുണ്യത്തെ ആവാഹിച്ചുകൊണ്ട് ശ്രുതി മാതാവ് പറയുന്നു. ഒരു മാതാവിൻ്റെ അല്ല, 1000 മാതാക്കളുടെ കാരുണ്യത്തെ ആവാഹിച്ചിട്ട് ശ്രുതി മാതാവ് പറയുന്നു. എന്താ ശ്രുതി മാതാവിന് പറയാനുള്ളത്? നിങ്ങൾ നിസ്സഹായരോ നിസ്സാരരോ അല്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഈ ബാക്കിയുള്ളവരൊക്കെ പറയണത് കേട്ടതുകൊണ്ടാണ്. ശ്രുതി മാതാവിന് പറയാനുള്ളത് എന്താണ്? നിങ്ങൾ നിസ്സഹായരോ നിസ്സാരരോ അല്ല. പിന്നെ ആരാ നിങ്ങൾ? നിങ്ങൾ പരബ്രഹ്മസ്വരൂപികളാകുന്നു. തത്വമസി, അത് നീയാകുന്നു. ഇങ്ങനെയുള്ള ഉപദേശത്തെ സ്വാംശീകരിച്ച അനുഭൂതിയാണ് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി. ഓക്കെ,
പ്രതിപാദ്യ വിഷയം പറഞ്ഞു. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടൊന്നില്ലാത്തത് എന്നാണ് അർത്ഥം, എല്ലാവർക്കും അറിയാം. മകരന്തം എന്ന് പറഞ്ഞാൽ തേനാണ്. തേനിന് ഔഷധ ഗുണമുണ്ട് എന്നാ പറയാ. വ്യക്തിത്വ വികാസത്തിൻ്റെ സരണിയിൽ എല്ലാ രോഗങ്ങളും പരിഹരിച്ച്, മുഖ്യരോഗം ഭവരോഗമാണ്, അതിനുള്ള ഔഷധമാണ് എല്ലാ രോഗങ്ങളും പരിഹരിച്ച് നമ്മെ പൂർണ്ണ ആരോഗ്യവാന്മാരാക്കുന്ന, ആത്മനിഷ്ഠന്മാരാക്കുന്നതിനുള്ള ഔഷധമാണ് ഈ അദ്വൈത മകരന്തം. ഓക്കെ, ഇനി ഇതിലെ ഓരോ ശ്ലോകങ്ങളെയും നമുക്ക് പുഷ്പങ്ങളായിട്ടെടുക്കാം. പുഷ്പത്തെ എങ്ങനെയൊക്കെ സമീപിക്കാം എന്നാണ്. പുഷ്പത്തെ ഒരുപാട് പ്രകാരത്തിൽ സമീപിക്കാറുണ്ട് ആളുകൾ. കണ്ട് ആസ്വദിച്ച് കടന്നു പോകുന്നവരുണ്ട്. കണ്ടാലത് പറിച്ച് മുടിയിൽ തിരുകണം എന്ന ശാഠ്യമുള്ളവരുണ്ട്. സ്വന്തം മുടിയിൽ തിരുകാനല്ലെങ്കിലും അത് പറിച്ച് കയ്യിൽ കരുതാൻ ഉത്സാഹമുള്ളവരുണ്ട്. ഇനിയോ ഇങ്ങനൊരു പൂ കാണുമ്പോൾ ചിലരെ ഓർമ്മ വരും, കൊടുക്കാൻ വേണ്ടി കയ്യിൽ കരുതും. പൂ കണ്ടപ്പോൾ കൊച്ചുമോനെ ഓർമ്മ വന്നു, അത് പറിച്ചു കൊണ്ടുപോയി കൊടുത്തു. എന്താ അപ്പം ഇതിൽ ചിരിക്കാനുള്ളത്? ഓരോന്ന് ആലോചിക്കന്നെ. ആട്ടെ, അപ്പോൾ മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കാമുകനോ കാമുകിക്കോ ഒക്കെ കൊടുക്കാൻ വേണ്ടി പൂവ് കരുതുന്നവരുണ്ട്. ഇനി ചിലർ എന്തിലും ബിസിനസ്സാ. പൂ കണ്ടാലും 4 കാശ് എങ്ങനെ ഉണ്ടാക്കുക അല്ലേ, അങ്ങനെ അത് കൊണ്ടുപോയിട്ട് വിൽക്കണു അല്ലേ. ഇങ്ങനിത് വിൽക്കണ കണ്ടപ്പോൾ അതുകൊണ്ട് ഒരാളൊരു കവിത എഴുതി. ആരു വാങ്ങുമിന്നാരു വാങ്ങുമീ ആരാമത്തിൻ്റെ രോമാഞ്ചം, പച്ചപ്പുൽക്കോടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ, ഞാനറിഞ്ഞതില്ലെന്തുകൊണ്ടെൻ്റെ മാനസം കവർന്നീലൊട്ടും. അപ്പോൾ ഈ പൂവ് വിൽക്കണ കണ്ടപ്പോൾ, അത് പൂവിനൊരു അപമാനമാണ് അല്ലേ, പക്ഷെ അത് കണ്ടപ്പോൾ ഒരാൾ കവിത എഴുതി കളഞ്ഞു എന്നർത്ഥം. ഈ പറഞ്ഞു നടക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ എന്താ പറഞ്ഞു നടക്കണത്? ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം ആരാ വാങ്ങിക്കുക? ആരാമത്തിൻ്റെ രോമാഞ്ചമാണ് പുഷ്പം. ഇതാരാ വാങ്ങിക്കുക? അത് പറഞ്ഞു നടക്കണത് കണ്ടപ്പോൾ കവി അത്ഭുതപ്പെടുകയാണ്. സാധാരണ ഞാൻ പലതും കണ്ട് ആസ്വദിച്ച് നിൽക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പച്ചപ്പുൽക്കോടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ അല്ലേ, കറുകയുടെ നെറുകയിലെ മഞ്ഞനീർ തുള്ളിയിലൊരു കൊച്ചു സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ വണ്ടറടിച്ച് നിൽക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നൊരു വണ്ടറേ അല്ല. ഇന്നത്തെ വലിയ വണ്ടർ എന്താണ്? ഇതാണ്ട് ഒരു കുട്ടി നടക്കണു, അത് കണ്ട് കൗതുകം പൂണ്ട് നിൽക്കണു എന്നർത്ഥം. അതുകൊണ്ട് കവിത എഴുതി. ഇനി ചിലർ ഈ പുഷ്പം ശേഖരിച്ച് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇനി ഒരാൾ ഈ പൂവ് എടുത്തിട്ട് കീറി മുറിച്ച് അതിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഇങ്ങനെ പുഷ്പത്തെ ഒരുപാട് പ്രകാരത്തിൽ സമീപിക്കാം എന്ന വസ്തുത. പക്ഷേ ശരിയായി പുഷ്പത്തെ ആസ്വദിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് അതിലെ തേൻ നുകരുന്നവരാണ്. ഓക്കെ, അതാരാ? ഭൃംഗം, തേനീച്ചകൾ അല്ലേ, അതിലെ തേൻ നുകരുന്നു. പുഷ്പത്തിനൊരു നോവും വരുത്തുന്നില്ല, ചെയ്തിങ്ങോട്ട് പോകുന്നു എന്നർത്ഥം. അപ്പോൾ പുഷ്പത്തെ ശരിക്കും ആസ്വദിക്കുന്നത് തേനീച്ചയാണ്. ബാക്കിയുള്ളവരൊക്കെ അതിനെ മറ്റ് പ്രകാരത്തിലൊക്കെ ആസ്വദിച്ചെങ്കിലും പൂർണ്ണമായിട്ടില്ല. ഈ വസ്തുതയെ നമുക്ക് ഓർമ്മിക്കാം. ഇതാണ് സാരഭുക്, സാരഗ്രാഹി എന്നൊക്കെ പറഞ്ഞ അർത്ഥം. സാരത്തെ മാത്രം എടുത്ത് കടന്നു പോകുന്നു എന്നർത്ഥം.
വേറെ ടൈം വേസ്റ്റ് ചെയ്യാനില്ല എന്ന് പറയും. ഏതായാലും ഇവിടെ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കുക ഒരു പുഷ്പത്തിലെ മാത്രം തേനല്ലല്ലോ. തേനീച്ചകൾ എന്താ ചെയ്യണത്? കഴിയുന്നത്ര പുഷ്പങ്ങളിൽ നിന്ന് തേൻ ശേഖരിച്ച്, അതാണ് അത് ഔഷധ ഗുണമുള്ളതാവാൻ കാര്യം. എന്നിട്ടത് പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് റെഡിയാക്കണമെന്നർത്ഥം. ഇതേപോലെ വേദാന്ത ശാസ്ത്രങ്ങളിലെ മുഴുവൻ സാരത്തെ ആവാഹിച്ച് എളുപ്പത്തിൽ 28 ശ്ലോകങ്ങളിലായിട്ട് നമുക്ക് ഈ തേൻ പങ്കുവയ്ക്കുന്നു. ആര്? ലക്ഷ്മീധര കവി. അപ്പം ഈ പുഷ്പത്തെ അല്ലെങ്കിൽ അദ്വൈത മകരന്തത്തിലെ ശ്ലോകങ്ങളാകുന്ന പുഷ്പങ്ങളിലെ നിറച്ചു വച്ചിരിക്കുന്ന തേൻ അത് നമുക്ക് ആസ്വദിക്കാം. റെഡി? യെസ്. ഈ യെസ്സിനെ തുടർന്ന് ക്യാരം ബോർഡ് കളിയിലുണ്ടല്ലോ, റെഡ് ഇട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനൊരു കരുവും കൂടി തട്ടിയിടണമെന്നാണ്, അങ്ങനെ ഒരു ഇതില്ലേ. ഇതേപോലെ യെസ്സിനെ തുടർന്ന് വരുന്ന ഒരു ഫോളോ അപ്പ് പദം ഏതാണെന്നറിയാമോ? പൊതുവെ ആളുകൾ യെസ് ബട്ടുകാരാണ്. ഓക്കെ, യെസ് യു നോ, യെസ് ബട്ട് യു നോ. ഇങ്ങനെയാ പറയാ, യെസ് ഐ നോ ബട്ട് യു നോ. വാട്ട് ബട്ട് സർ? മനഃശാസ്ത്രത്തിൽ ഇതൊരു ഗെയിമാണെന്നാണ് പറയണത്. ഗെയിം എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിലെ ഗെയിം സാധാരണ ഗെയിം അല്ല കേട്ടോ. സാധാരണ ഗെയിം എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണല്ലോ. മനഃശാസ്ത്രത്തിൽ ഗെയിം എന്നുള്ള പദം ഉപയോഗിക്കുന്നത് അവനവനെ പറ്റിക്കണ ഏർപ്പാടിനാണ്, അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തെ തൊലയ്ക്കുന്ന ഏർപ്പാടിനെയാണ് ഗെയിം എന്ന് പറയുക. ഈ വാക്ക് മനസ്സിലാക്കിയല്ലോ അല്ലേ? കൂട്ടത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗെയിമാണ് എന്ത്? യെസ് ബട്ട് ഗെയിം. ഈ ഗെയിം കളിക്കുന്നവരുടെ ഇപ്പം മനഃശാസ്ത്രത്തിൽ ഗെയിം എന്ന് പറഞ്ഞാൽ 2 പേര് ചേർന്നാണ്, ചുരുങ്ങിയത് 2 പേര് വേണമെന്നാ ഗെയിം കളിക്കാൻ. അങ്ങനെയാണ് ഗെയിം കളിക്കുക. ഇപ്പോൾ യെസ് ബട്ട് ഗെയിം എന്താണ്? ഇപ്പോൾ ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയണു, എനിക്ക് ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, അതിനൊരു പരീക്ഷ എഴുതാനുണ്ട്, പ്രമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻക്രിമെൻറ്റൊക്കെ വർദ്ധിക്കും, ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, അപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് എഴുതിയെടുക്കണം എന്ന് നിങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞ് കേൾക്കാൻ കാത്തിരിക്കുക. എന്ത്? ആരെ എന്നൊന്ന് ഉപദേശിക്കുക എന്നാലോചിച്ച് നടക്കരുന്നു എന്നർത്ഥം. ദാണ്ടെ കിട്ടിയിരിക്കണു. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ പഠിക്കൂ, പഠിച്ചിട്ട് പരീക്ഷ പാസ്സാവൂ, എന്നിട്ട് യെസ് ബട്ട് യു നോ, സമയമില്ല. എന്ത് സമയമില്ല? പഠിക്കാൻ സമയമില്ല. എന്താ സമയക്കുറവ്? ഓഫീസിൽ. ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ലീവ് എടുത്ത് പഠിച്ചോളൂ. യെസ് വാട്ട് യു സേ, കറക്റ്റാണ്. എന്ത്? ലീവ് എടുത്ത് പഠിക്കാം. ബട്ട് യു നോ, എന്താ ബട്ട്? ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓഫീസിൽ പോകണ്ടേ? ആ സമയത്ത് എൻ്റെ വർക്കൊക്കെ അവിടെ പെൻഡിങ്ങിലായിരിക്കും, അതൊക്കെ എൻ്റെ നേരെ തന്നെ വരും. അത് പറ്റില്ല. ഡു വൺ തിങ്. നിങ്ങളുടെ ഉറവ് പറ്റിയിട്ടില്ല എന്ന് പറയുക, അഡ്വൈസിൻ്റെ ഉറവ് പറ്റിയിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ലെങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യൂ, ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിക്കോളൂ. യെസ് ബട്ട് എൻ്റെ ഓഫീസ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഓഫീസല്ല. മനസ്സിലായി? അവിടെ 2 ദിവസം ഇരുന്ന് ജോലി ചെയ്താലും ഒരു ദിവസം ജോലി തരില്ല, അങ്ങനത്തെ ഓഫീസാണ്. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ. മനസ്സിലായില്ലേ? സ്വാമി ഇങ്ങനെ തുറന്നു കൊണ്ടുപോകണില്ല. അനുഭവിച്ചിട്ടില്ലേ നിങ്ങൾ? അവസാനം ആൾ പൊട്ടിത്തെറിക്കണതാണ്. നിങ്ങൾ പറയണ കേട്ടാ തോന്നും ബാക്കിയുള്ളവരിതൊന്നും ആലോചിച്ചിട്ടില്ലേ, ഞാനിതൊക്കെ ആലോചിച്ചിട്ടുണ്ട് മനുഷ്യ. അത് ഈ ഉപദേശം കൊടുത്ത ആൾക്ക് എന്താ തോന്നുക? വെറുതെ കംഫർട്ടബിളായിട്ട് നടന്നു പോയിരുന്നു ഞാൻ. എവിടെയാണ് കിടക്കണ? എന്തോ എടുത്ത് എന്തോ ചെയ്തു നോക്കാം. എന്താ അത്?
അല്ലേ? ഇതേപോലെ വെറുതെ യെസ് ബട്ട് ഈ കളി മനസ്സിലായില്ലേ? ഇങ്ങനൊരു കളി നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചു പോയാൽ, സോറി ടു സേ, ഒരു സ്റ്റെപ്പ് പുരോഗമിക്കില്ല. ചന്തുമേനോനെക്കുറിച്ചൊരു തമാശയുണ്ട്. അപ്പോൾ വൈകിയെത്തിന്ന് കോടതിയിൽ. അപ്പോൾ ജഡ്ജ് വളരെ ഇതായിട്ട് ചോദിച്ചു, എന്തു പറ്റി? എന്താ ചെയ്യുക, മഴ പെയ്തിട്ട് വഴിനീളെ ചളിയായിരിക്കുക. അപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഒരടി വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പിറകോട്ട് പോകുന്നു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വൈകിയത്. അപ്പോൾ നിങ്ങൾ ഓരോ അടി വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പിറകോട്ട് പോയി പിന്നെ എങ്ങനെയാണ് വന്നത്? അത് ഞാൻ പിന്നെ കുറേ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു, എന്നിട്ടൊന്നും പുരോഗതി കണ്ടില്ല. എന്നിട്ട് എന്ത് ചെയ്തു? തിരിഞ്ഞു നിന്ന് നടന്നു. അങ്ങനെയാണ് എത്തിയത്. എന്തോട്ടെ, ഈ പറഞ്ഞ പോലെ ഒരടി അങ്ങോട്ട് വയ്ക്കുമ്പോഴേക്ക് യെസ് ബട്ടുകാർക്ക് എന്ത് സംഭവിക്കണു? ഓക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബോധപൂർവം ഈ യെസ് ബട്ട് ബ്രേക്ക് ചെയ്യണം. യെസ് ബട്ട് പറയാതിരിക്കാൻ എന്ത് വേണമെന്നറിയാമോ? അവനവനോട് സ്നേഹം വേണം, അവനവനോട് ആദരവ് വേണം, അവനവൻ്റെ സാധ്യതകളെക്കുറിച്ച് മതിപ്പ് വേണം. യെസ് ബട്ട് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. അവനവനോട് റെസ്പെക്റ്റ്, ലവ്, സാധ്യതകളോട് പ്രതീക്ഷ. ഓക്കെ, ഇത്രയുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ട് പറയില്ല. യെസ്. പൂജ്യ ഗുരുദേവ് പറഞ്ഞു തന്നിട്ടുള്ള മന്ത്രം എന്താണ്? ഐ മസ്റ്റ്, ഐ വിൽ, ഐ ക്യാൻ. അപ്പോൾ യെസ് ബട്ട് എന്ന് പറയുന്നതിന് പകരം എന്ത് പറയണം? യെസ്, ഐ ക്യാൻ, ഐ മസ്റ്റ് ആൻഡ് ഐ വിൽ. വിൽ യു? താങ്ക് യു. അപ്പോൾ ആത്മാനുഗ്രഹം വേണം. എന്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ 4 അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ്. 1 2 ഒന്നല്ല, 4 അനുഗ്രഹം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ അനുഗ്രഹം കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ മുമ്പളെ തന്നെ അനുഗ്രഹിക്കുക. മനസ്സിലായില്ലേ? നാം നമ്മെ തന്നെ അനുഗ്രഹിക്കുക. ഇതാണ് ഒന്നാമത്തെ അനുഗ്രഹം. അതില്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറയുക. അതില്ലെങ്കിൽ യെസ് ബട്ട് ഈ തിരുവാതിര കളി തന്നെ ഉണ്ടാവുള്ളൂ. ഒരടി പുരോഗമിക്കില്ല. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ സങ്കോചം വരുന്നത്? അവനവനെക്കുറിച്ചൊരു സെൽഫ് എസ്റ്റീം വളരെ ലോ ആവുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, ആ കാരണങ്ങളൊക്കെ വേറെ ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. ഇതിൻ്റെ കൂട്ടത്തിൽ ശരിയാവില്ല. അതിരിക്കട്ടെ, ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കും. അപ്പം നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുക. ഓ മൈ സെൽഫ്, പ്ലീസ് ബ്ലെസ് മീ so that I can break the shell and come out of it. Okay? ഹേ ആത്മാവെ, എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ എല്ലാ പരിമിതികളെയും അത് ലംഘിച്ചുകൊണ്ട് ജീവിതത്തെ സാധ്യതകളുടെ നിരന്തര ആവിഷ്കാര ഉത്സവമാക്കി മാറ്റാൻ എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ ആത്മാനുഗ്രഹം കിട്ടും. ചെയ്യാം. രണ്ടാമത്തെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹമാണ്. ഇത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ തെളിവാണ്. ഏത്? ഇങ്ങനൊരു അവസരം ഒരുങ്ങിക്കിട്ടുന്നത്. കേട്ടില്ലേ? അവസരം ഒരുങ്ങിക്കിട്ടുന്നത് പരിതസ്ഥിതിയുടെ, പ്രകൃതിയുടെ, സർവോപരി പ്രകൃതി നിയാമകൻ്റെ, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്തത് ആത്മാനുഗ്രഹമില്ലായ്മയാണത്രേ. അപ്പം നിങ്ങൾക്കൊക്കെ കുറച്ചെന്തുണ്ട്? നിശ്ചയമായിട്ടും എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് സ്വാമിക്ക് അറിയില്ല. സ്വാമിയുടെ അടുത്ത് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാവരെയും നോക്കൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പായി.
ഓക്കെ, ബാക്കി ടെസ്റ്റിനൊക്കെ വേറെ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അതിരിക്കട്ടെ. തൽക്കാലം അത് വളർത്തുമെന്ന് തീരുമാനമെടുത്തോളൂ. സമ്മതം? ആത്മാനുഗ്രഹത്തെ വളർത്തും. എന്താ വളരുന്നതിൻ്റെ ലക്ഷണം എന്നറിയാമോ? ഇങ്ങനത്തെ അവസരങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഓടിയെത്താൻ പറ്റുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളിങ്ങനെ പറയില്ല, എന്ത് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എന്തൊരു ആഗ്രഹമാണെന്നറിയാം, പക്ഷേ ഓക്കെ, അത് വരില്ല. എന്തുണ്ടെങ്കിൽ ആത്മാ അനുഗ്രഹം ഉണ്ടായെങ്കിൽ. ക്ലിയർ? ഈശ്വരാനുഗ്രഹം മനസ്സിലായി. ഇനിയുള്ള അനുഗ്രഹം എന്താണ്? ഗുരു അനുഗ്രഹം അല്ലേ? എന്താ ഗുരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, നമുക്ക് പറ്റിയൊരു ഗുരുവിനെ കിട്ടണം. ആരോ ഒരാൾ പ്രയോഗിച്ചൊരു പദം, ഗുരു ഷോപ്പിംഗ് അല്ലേ? എന്താ അത്? അവിടെയൊന്ന് പോയി നോക്കി, ഇവിടെയൊന്ന് പോയി നോക്കി അല്ലേ? ഇങ്ങനെ ഓരോരോ സമ്പ്രദായങ്ങളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അടുത്ത് ഇങ്ങനെ കയറി ഇറങ്ങുക. ഏതുപോലെ? ഗുരു ഷോപ്പിംഗ് അല്ലേ? അപ്പം എന്തെങ്ങനെ കയറി ഇറങ്ങണത്? ഒറിജിനൽ ഏതാണെന്ന് മനസ്സിലാവണില്ല. കുറേ ഉണ്ടല്ലോ വകാന്ന്. ഏതാ ചീപ്പ്, ഏതാ ചീഫ് അല്ലേ? അതൊക്കെ നോക്കി ഇങ്ങനെ പോവുകയാണ്. ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മിച്ചാൽ കൊള്ളാം. ഡോണ്ട് ഗോ ഫോർ എനി എക്സൈറ്റ്മെൻറ്റ്സ്. ഓക്കെ, ഈ ആത്മാനുസന്ധാനവും സാക്ഷാത്കാരമൊന്നും ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല, അതങ്ങേയറ്റത്തെ ശാന്തിയാണ്. അപ്പം നമ്മളെപ്പോഴും അന്വേഷിച്ചോളൂ. കാരണം കണ്ടെത്താനുള്ള വഴി ഏതാണ്? അന്വേഷിക്കുക. പക്ഷേ അന്വേഷണത്തിൽ മാനദണ്ഡമാക്കി വെക്കേണ്ടത്, ഗുരുവിനെ തിരിച്ചറിയാനുള്ള മാനദണ്ഡമായി വെക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ മനസ്സ് എത്ര ശാന്തമാവുന്നുണ്ട്. എക്സൈറ്റഡ് ആവുന്നുണ്ട് എന്നല്ല. എക്സൈറ്റഡ് ആക്കാൻ ഇഷ്ടംപോലെ സമ്പ്രദായങ്ങളുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാം. കുറച്ചൊരു വാക്ചാതുര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഗുരുക്കന്മാരാവാമെന്നാണ് പറഞ്ഞതിൻ്റെ ലളിതമായ അർത്ഥം. കുറച്ചു നേരം തലകുത്തി നിർത്തുക. അത് കഴിഞ്ഞിട്ട് ഈ പ്രാണനെയും അതേപോലെ തന്നെ ശരീരത്തിലെ പേശികളെയും ഒക്കെ ഇടപെടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ എക്സൈറ്റഡ് ആവും. കുറച്ച് നേരത്തേക്ക് എല്ലാം മറക്കാൻ പറ്റും. സ്വാമി ഒരു പുതിയ സമ്പ്രദായത്തെക്കുറിച്ച് വേണമെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാമെന്ന് പറയുക. പ്രഖ്യാപിക്കുക ആദ്യം തന്നെ. എന്ത്? ഇരുട്ടാണ് ബ്രഹ്മം. ഇരുട്ടാണ് ബ്രഹ്മം. കാരണം ഇരുട്ടിലെല്ലാം സമമാണ്. പിന്നെ ഫിലോസഫിയൊക്കെ എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് ഇരുട്ട് മെഡിറ്റേഷൻ. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഹാളൊക്കെ പണിയണം. അതിൽ നിറയെ ബൾബുകൾ, ഓരോ ബൾബ് 1000 വോൾട്ട് ഒക്കെ. എന്നിട്ട് ധ്യാന കേന്ദ്രം. അവിടെ നിങ്ങൾ ചെല്ലുമ്പോഴേക്കും ഇതിങ്ങനെ കത്തിച്ചൊലിച്ച് നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഗുരുഭൂതര് വരിക, ഇരുട്ടാണ് ബ്രഹ്മം, ഇരുട്ടിനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇരുട്ടിൻ്റെ കുറിച്ച്, പ്രകാശത്തിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം. പ്രകാശത്തിലെല്ലാം കാണാൻ പറ്റും, അത് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കണു, അങ്ങനെ. അവസാനം എല്ലാവരും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യിക്കാം എന്തെങ്കിലുമൊക്കെ. ശ്വാസം വലിക്കുക, എന്നിട്ടോ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വിടരുത്. ആദ്യമൊന്നും പറ്റില്ല, പിന്നെ ശീലിക്കാം. എന്നിട്ടാട്ട് വിട്ടുവിടുക. അങ്ങനെ കുറച്ചൊക്കെ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ് എല്ലാവരും കണ്ണടച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഓഫാക്കും. കണ്ണ് തുറക്കുമ്പോഴേക്ക് കൂരാക്കൂരിരുട്ട്. തിരിച്ചു വരുമ്പോൾ അയാൾ പറയും, ഒരുപാട് ഗുരുക്കന്മാരെ ഞാൻ സമീപിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊരു അനുഭവം. 6 മാസത്തേക്ക് പിന്നെ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് വേണ്ട. ഒന്നിനെയും ആക്ഷേപിക്കുകയും കളിയാക്കുകയല്ല. നമ്മൾ ചോദിക്കേണ്ടത്, എനിക്കെത്ര ശാന്തി കിട്ടി, സ്വസ്ഥത കിട്ടി, ആനന്ദം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് അന്വേഷണത്തിന് വേണ്ടുന്ന മാനദണ്ഡം. ഇപ്പോൾ ഗുരു അനുഗ്രഹം കൊണ്ട് എന്താ ഗുണം? നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ സാധിക്കും ഗുരു സാന്നിധ്യത്തിൽ.
വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം? ഒരു മഹാത്മാവിൻ്റെ പ്രത്യേകത, ആരുടെ മുന്നിലാണോ നമുക്ക് ഞാൻ മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്നുള്ള തോന്നൽ ഇല്ലാതിരിക്കുന്നത് ഗുരുവാണെന്ന് ഉറപ്പിക്കാം. നമുക്ക് പലരിടത്തും പോയി കഴിഞ്ഞാൽ എന്താ തോന്നുക? ഞാനെന്ത് അല്ലേ? അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അതൊരു മഹാത്മാവിൻ്റെ സാന്നിധ്യമല്ല എന്നാണ്. ആവാട്ടോ, ആൾ മഹാത്മാവാം, പക്ഷേ നിങ്ങൾക്ക് പറ്റിയ മഹാത്മാവല്ല. കാരണം മഹാത്മാവിൻ്റെ ലക്ഷണം എന്താണ്? അക്ഷുദ്ര ബുദ്ധി. നിങ്ങളിലെ മഹത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ള സാന്നിധ്യമാണ് ഗുരു സാന്നിധ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ ചെന്നാലാണോ നിങ്ങൾ കൈപിടിച്ചുയർത്തപ്പെട്ടതുപോലെ, അഥവാ നിങ്ങൾ മോശക്കാരല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവണം, ആ സാന്നിധ്യത്തെ ഗുരു എന്ന് പറയാം. ഇപ്പം ഗുരു അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരു പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുന്നതാവട്ടെ, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ വേണ്ട ഉത്തരം, ശരിയായ ചോദ്യം ചോദിക്കാനുള്ള കഴിവും ശരിയായ ഉത്തരം പകർന്നു കിട്ടുക, ഇതൊക്കെ ഗുരു സാന്നിധ്യം, ഗുരു അനുഗ്രഹം. ഓക്കെ, അടുത്തത് ശാസ്ത്രാനുഗ്രഹമാണ്. ശാസ്ത്രത്തിൻ്റെ ഭാഷ സങ്കീർണമാണ്. വീണ്ടും തതേജതി എന്ന് പറയും. അപ്പം നമ്മൾ ഭാവനയിൽ ഇളകിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ കാണും. തന്നൈജതി എന്ന് പറയും, അത് ഇളകണില്ല എന്ന് പറയും. ദൂരാത് സുദൂരേ, വെറുതെ അല്ല എത്രയും കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്തത്. എന്താ കാരണം? അതിങ്ങ് അടുത്തൊന്നും അല്ലേ. അപ്പം എന്താ തീരുമാനിച്ചത്? ഈ ജന്മം തുടങ്ങി വെക്കാം, അടുത്ത ജന്മം സ്വാമിയെ പോലെയൊക്കെ അതിനടുത്ത്. കാരണം എന്താ? ദൂരാത് സുദൂരേ. അങ്ങനെ നിങ്ങൾ ആശ്വസിക്കുമ്പോഴേക്കും തദിഹ അന്തികേച്ച. You cannot say any excuses like that, sir. കാരണം എന്താണ്? ഇറ്റ് ഈസ് വെരി നിയർ. തദിഹ അന്തികേച്ച, അത് വളരെ അടുത്താണ്. ഇതെന്താ സംഭവം പിടികിട്ടുന്നില്ലല്ലോ അല്ലേ? ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ എന്തുണ്ട്? കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും എന്ന് പറയുക, വൈരുദ്ധ്യാത്മകതയുണ്ടാവും. ഈ വൈരുദ്ധ്യാത്മകത വാസ്തവത്തിൽ റിലേറ്റിവിറ്റിയുടെ പ്രത്യേകതയാണ്. അബ്സല്യൂട്ടിലേക്കുള്ള ചൂണ്ടുവലകയാണെന്നർത്ഥം. ഇപ്പോൾ ശാസ്ത്രഭാഷ മനസ്സിലായി കിട്ടാൻ ശാസ്ത്രാനുഗ്രഹം വേണം. ഹേ ശ്രുതിമാതേ അനുഗ്രഹിക്കൂ. ഓക്കെ, ഇപ്പം 4 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ വേണം. യെസ് ബട്ട് ഗെയിം അവസാനിപ്പിച്ച് ഈശ്വരനോടും ഗുരുവിനോടും ശ്രുതിയോടും പ്രാർത്ഥിക്കൂ. പ്ലീസ് ബ്ലെസ് മീ, ലെറ്റ് മീ അൺഫോൾഡ്. എൻ്റെ അനന്തമായ സാധ്യതകളെ കണ്ടറിയാനും ആവിഷ്കരിക്കാനും എനിക്ക് സാധിക്കുമാറാവട്ടെ. ഓക്കെ, സ്വാമിക്ക് സംസ്കൃതം വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ഓ, ഇഷ്ടമാണ്. പക്ഷേ യെസ്, ഡോണ്ട് സേ ബട്ട്. ഓക്കെ, സ്വാമി വായിക്കും. അത് ഒരു സ്വാമിക്ക് താല്പര്യം എന്താണ്, സ്വാമിക്ക് ഉള്ള ഇഷ്ടം കൊണ്ട് വായിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വന്നേക്കും, വേണ്ട വിട്ടേക്കൂ. സ്വാമി അതിൻ്റെ അർത്ഥം പറയും, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്നാലും എന്തിനാന്ന് ചോദിച്ചാൽ അതിങ്ങനെ കേട്ട് പരിചയമാവട്ടെ, സുഖമാണ് കേൾക്കാൻ. ആവാം. ഇഹ ഖലു ലക്ഷ്മീധര നാമ കശ്ചിത് കവീന്ദ്രഃ നിത്യനിരന്തരാദ്യനുഷ്ഠാനശുദ്ധസ്വാന്തതയാ സഞ്ജാത വിവേക വൈരാഗ്യ ശമാധി മുമുക്ഷാവത വിവിശതയാ സന്ത്യക്ത ലോകവേദധർമാൻ ഗുരുചരണോപസമർപ്പണ പുരസരം സമ്യക് ശ്രുതി വേദാന്ത തത്വോപി അസംഭാവനാദി പ്രതിബദ്ധ ജ്ഞാനതയാ അപരിതുഷ്യതഃ കഞ്ചിത് പുരുഷധൗരേയാൻ ഉപലഭ്യ സഞ്ജാത കരുണഃ തേഷാം കരതലബില്വ ഫലവത് സ്ഫുടം വേദാന്ത പ്രതിപാദ്യം ബ്രഹ്മ സച്ചിദാനന്ദലക്ഷണം സർവജ്ഞം സർവോപാദാനം നിത്യം സർവഗതം അദ്വയം ദേഹേന്ദ്രിയ പ്രാണമനോബുദ്ധ്യഹങ്കാര സാക്ഷി പ്രത്യഭിന്നതയാ
തർക്കൈഃ സംഭാവയിതും കിഞ്ചിത് പ്രകരണമദ്വൈതമകരന്താഖ്യം ആരംഭമാണ് ചികീർഷതസ്യ തസ്യ അവിഘ്ന പരിസമാപ്തയെ സ്വേഷ്ടദേവതാ ദേവതാ പ്രണാമരൂപം മംഗളം സ്വയം അനുഷ്ഠായ ശിഷ്യശിക്ഷായൈ ഗ്രന്ഥതോ നിബധ്നാതി. പൾസ് റേറ്റൊക്കെ കുഴപ്പമില്ലല്ലോ. ഇഹ ഇവിടെ ഖലു ലക്ഷ്മീധര നാമ കശ്ചിത് കവീന്ദ്ര. ലക്ഷ്മീധരർ എന്ന പേരിലുള്ള ഒരു കവിശ്രേഷ്ഠൻ നിത്യനിരന്തരാദ്യ അനുഷ്ഠാന ശുദ്ധ സ്വാത്മതയാ. ഇതാർക്കുള്ളതാണ് എന്നാണ് പറയണത്. കേട്ടാ നാളെ വരണ്ടാന്ന് തീരുമാനിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ സ്വാമി പറയാം. ഇതാർക്കുള്ളതാണ് ഈ ഗ്രന്ഥം ശരിക്കും? ട്രൂലി സ്പീക്കിംഗ് എന്നൊക്കെ പറയില്ലേ, ഇതാർക്കുള്ളതാണ്? നിത്യനിരന്തര അനുഷ്ഠാനം കൊണ്ട് സഞ്ജാത ഉണ്ടായ ശുദ്ധിയും ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് ഉണ്ടായ വിവേക വൈരാഗ്യ ശമാധി മുമുക്ഷാവത. വിവേകം, വൈരാഗ്യം, ക്ഷമ തുടങ്ങിയതൊക്കെ ലഭിച്ചിട്ടുള്ള മുമുക്ഷുക്കൾക്ക് അവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, അത് ശരി, അവർക്കല്ല. അല്ല, പിന്നെയോ അവർ ഗുരുവിനെ സമീപിച്ചിട്ട് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ട് അത് ആലോചിച്ചു, എന്നിട്ട് ഒരു തൃപ്തിക്കുറവ് അവർക്കാണ്. അത് ശരി. അപ്പം എന്താ തീരുമാനമായത്? ഞങ്ങൾ വെറുതെ മെനക്കെട്ടിട്ട് കാര്യമില്ല. എന്താ കാര്യം? ഇതിൽ വിവേക വൈരാഗ്യം തന്നെ പിടികിട്ടിയിട്ടില്ല. വൈരാഗ്യം ഉണ്ട് അയൽക്കാരോടുള്ളതേ. എന്തേ വിവേകം, വൈരാഗ്യം, ശമം, ദമം, അതൊക്കെ മനസ്സിലാവണമെങ്കിൽ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുക്കണം. ഓക്കെ, സ്റ്റഡി ഗ്രൂപ്പുകളിൽ പങ്കെടുത്തിട്ട് പഠിക്കണം എന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് അങ്ങോട്ട് കേട്ട് നോക്കിയാലോ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവും ഓൾറെഡി. ഇപ്പം ശങ്കര ഭഗവത്പാദരൊക്കെ എത്ര ചെറുപ്പത്തിലേ അങ്ങോട്ട് അല്ലേ മനസ്സിലാക്കി തത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. അത് നമുക്ക് ഉണ്ടോ എന്നുള്ള അങ്ങനെയാണ് അറിയില്ല. ഇനി ഉണ്ടെങ്കിലും ഇത്ര കാലമായിട്ട് ബോധ്യമായിട്ടില്ല സ്വാമി, കുറേ കേൾക്കാൻ നടക്കണം, എന്നിട്ടൊന്നും ബോധ്യമായിട്ടില്ലല്ലോ, പറയാൻ പറ്റില്ല. എപ്പോഴാണ് ചിലപ്പോൾ ഈ അദ്വൈത മകരന്ദം ക്ലാസ്സിലൂടെ ആയിരിക്കും ശരിയായി പോവുക. അതുകൊണ്ട് ഞങ്ങൾക്കിത് പറ്റിയതല്ല എന്ന് എന്തായാലും ആരും നിശ്ചയിക്കണ്ട. ഓക്കെ, എന്തായാലും ഇത് ആർക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വിവേക വൈരാഗ്യ ശമം മുതലായവയുണ്ടായി ആത്മവിവിദിഷയാ, ആത്മാവിനെക്കുറിച്ച് അറിയണം എന്നൊരൊറ്റ വിചാരം. ഇപ്പം നമുക്ക് 100 കൂട്ടം കാര്യം അറിയണം എന്നാണ്. എത്രയായി റൺസ്, എത്ര വിക്കറ്റ് പോയി കിട്ടി അല്ലേ എന്ന് തുടങ്ങി നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ അറിയാനുള്ള കൗതുകമുണ്ട്. ശരിയല്ലേ? വിവാഹമൊക്കെ കഴിഞ്ഞു, ആഹാ വിശേഷം, അത് തന്നെ ഒരു വലിയ വിശേഷമായിട്ടിരിക്കുക. അപ്പം അടുത്ത വിശേഷത്തെക്കുറിച്ച് അറിയാനുള്ള കൗതുകം അല്ലേ? ഇങ്ങനെ നമുക്ക് 100 കൂട്ടം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യം. ഇവിടെ വിവേകം വൈരാഗ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ താല്പര്യം ഉണ്ടാവുള്ളൂ. എന്ത്? ആത്മാവിനെക്കുറിച്ച് അറിയണം. അതിനെന്താ വഴി? ഗുരു ഉപസതന, ഗുരുവര ചരണോപസമർപ്പണ പുരസരം. ഗുരുവരൻ്റെ ചരണങ്ങളെ സമാശ്രയിക്കുക, ഇതൊറ്റ വഴിയുള്ളൂ. അങ്ങനെ ഗുരുവര ചരണത്തെ സമാശ്രയിച്ചവർക്ക് ഗുരു എന്തു ചെയ്യും? സമ്യക്കാകും വണ്ണം വേദാന്ത വാക്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഗുരുവിൽ നിന്ന് സമ്യക്ക് ശ്രുത വേദാന്ത തത്വ അഭി, അതിനിടയ്ക്കൊരു വാക്യം വിട്ടുപോയി, സന്ധ്യക്ത ലോകവേദ ധർമാൻ. ഇപ്പോൾ വിവേക വൈരാഗ്യാദികൾ വന്നതോടുകൂടി ലൗകിക കർമ്മങ്ങളും വൈദിക കർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയാക്കി എന്നല്ല കേട്ടോ അർത്ഥം. അത് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻറ്റൻഷനൊക്കെ വേറെയാണ്. ഇപ്പോൾ ലൗകിക വൈദിക കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു, ഗുരുവിനെ സമീപിച്ചു, വേദാന്ത വാക്യങ്ങളൊക്കെ കേട്ടു, പഠിച്ചു. എന്നാലും അപി അസംഭാവനാദി പ്രതിബദ്ധ ജ്ഞാനതയാ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും എന്ന് പറയും. എന്തൊക്കെയാണ് തടസ്സങ്ങൾ? അസംഭാവന എന്ന് പറഞ്ഞാൽ
എന്താ ഗുരു പറയണത്? നീ ബ്രഹ്മമാകുന്നു. നട്ടപ്പില്ല. പലരും ബ്രഹ്മാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ കേസിൽ അസംഭാവന, സംഭവ്യമല്ല. മനസ്സിലായി? ഇങ്ങനെ കുറേ ഭാവനകളുണ്ട്. ഇതൊക്കെ കാരണം അങ്ങോട്ട് തെളിയണില്ല എന്നർത്ഥം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപരിതുഷ്യത കഞ്ചിത്, പരിതുഷ്ടിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്. ഉപലഭ്യ സഞ്ജാത കരുണ. ഇപ്പം ഇവരെ കണ്ടിട്ട് ലക്ഷ്മീധര കവിക്ക് കരുണ വന്നു എന്നാണ്. എന്നിട്ടോ തേഷാം, അവർക്ക് വേണ്ടിയിട്ട് കരതല ബില്വഫലവത്, കയ്യിൽ വയ്ക്കുന്ന ബില്വഫലം, സാധാരണ നെല്ലിക്കയുടെ ഉദാഹരണം പറയുക. കരതല ആമലകവത്ത്, കയ്യിലുണ്ടെങ്കിൽ വളരെ അടുത്ത് നിന്ന് നോക്കി ആസ്വദിക്കാമല്ലോ. ഇതേപോലെ സ്ഫുടം വേദാന്ത പ്രതിപാദ്യം ബ്രഹ്മ, വേദാന്തത്തിൽ പ്രതിപാദിതമായിട്ടുള്ള ബ്രഹ്മത്തെ ഇവർക്ക് വളരെ സ്ഫുടമായി കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, കരുണ കൊണ്ട്, സച്ചിദാനന്ദ ലക്ഷണം, സർവകം, സർവജ്ഞം, സർവോപാദാനം, നിത്യം, സർവഗതം, അദ്വയം, ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധ്യഹങ്കാര സാക്ഷി പ്രത്യക അഭിന്നതയാ, അവനവനിൽ നിന്ന് അന്യമല്ലാതെ സർവസാക്ഷിയായി, സർവ ഉപാദാനമായി, സർവത്രകമായി, സച്ചിദാനന്ദ സ്വരൂപിയായി പരിലസിക്കുന്ന. ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമ്മൾ പിന്നീട് കാണും. ഇനി പറയാൻ പോണ കാര്യത്തെ സംഗ്രഹിച്ചതാണ്. അങ്ങനെയുള്ള ബ്രഹ്മത്തെ തർക്കൈഹി സംഭാവയിത്തും, ലോജിക്കലായിട്ട് തർക്കരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്ഥാപിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഗ്രന്ഥം ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ തസ്യ അവിഘ്ന പരിസമാപ്തയേ, തുടക്കത്തിൽ തന്നെ ഈ ഗ്രന്ഥത്തിൻ്റെ തടസ്സങ്ങളൊന്നുമില്ലാതെ ഇത് സാധിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വേഷ്ടദേവത പ്രണാമരൂപം, സ്വന്തം ദേവതയെ പ്രണമിക്കുന്നു. മംഗളം സ്വയം അനുഷ്ഠായ, അങ്ങനെയുള്ള മംഗളത്തെ മൂപ്പര് സ്വന്തം ചെയ്യണു. പിന്നെയോ ശിക്ഷായൈ, ശിഷ്യന്മാർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്നുള്ളതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒരു സ്തുതി. എന്താണ് സ്തുതി? കടാക്ഷകിരണാച്ചാന്ത നമന്മോഹാബ്ധയേ നമഃ അനന്താനന്ദകൃഷ്ണായ ജഗന്മംഗളമൂർത്തയേ അഹമസ്മി സദാ ഭാമി കദാചിന്നാഹമപ്രിയഃ ബ്രഹ്മൈവാഹമതഃസിദ്ധം സച്ചിദാനന്ദലക്ഷണം മയ്യേവോദേതി ചിദ്വ്യോംനി ജഗദ്ഗന്ധർവപത്തനം അതോഹം ന കഥം ബ്രഹ്മ സർവജ്ഞം സർവകാരണം. ഇങ്ങനെയാണ് പുരോഗമിക്കുന്നത്. തുടക്കത്തിൽ തന്നെ കടാക്ഷകിരണാച്ചാന്ത നമന്മോഹാബ്ധയേ നമഃ, നമസ്കരിക്കുന്നവരുടെ സകലമാന ദുഃഖസാഗരത്തെയും വറ്റിക്കുന്ന കരുണാകടാക്ഷം. ഗുരുവിൻ്റെ കടാക്ഷത്തെക്കുറിച്ച് പറയാം. കടാക്ഷം എന്ന് പറഞ്ഞാൽ കൺകോണുകളിൽ നിന്ന് പതിക്കുന്ന ഒരു നോട്ടത്തിൻ്റെ കിരണം. ഇപ്പോൾ സൂര്യകിരണം ആണല്ലേ, ഇതേപോലെ ഒരു അതങ്ങോട്ട് പതിച്ചു കഴിഞ്ഞാലോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? സംഭവിക്കും എന്നങ്ങോട്ട് തീരുമാനിച്ചാൽ സംഭവിക്കും. ഇല്ലാതെ എനിക്കൊരു ചുക്കും സംഭവിക്കാൻ പോകില്ല, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാലോ നോക്കലെന്നെ ഉണ്ടാവുള്ളൂ, ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഭാവനാപ്രധാനമാവണം എന്ന് പറയാം.
इदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते. ओम शांति शांति शांति. हरि ओम. श्री गुरुभ्यो नमः. हरि